ഹായ് ഫ്രണ്ട്, നമ്മുടെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഫീച്ചറിന്റെ ചാർട്ടും കൂടെ നോക്കണം, അല്ലെങ്കിൽ കമ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ വ്യത്യാസങ്ങൾ തമ്മിൽ പരിശോധിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു റീസൺ ഞാൻ ഇന്നത്തെ ചാർട്ടിൽ, അതായത് 24/9/2024 സെപ്റ്റംബർ 2024 തീയതിയുടെ ചൊവ്വാഴ്ചത്തെ ചാർട്ടാണ്. ഓക്കെ, ഇത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ടാണ്. അതിന്റെ ഫസ്റ്റ് ടൈം ഹൈ പോയിട്ടുള്ളത് 25,980 പോയിട്ടുള്ളത്. ഓക്കെ, ബട്ട് നമ്മുടെ നിഫ്റ്റി ഇൻഡെക്സ് ഫീച്ചർ ആണെങ്കിൽ 26,000 കറക്റ്റായിട്ട് അവിടെ പോയി. ഓക്കെ, 26,000 കറക്റ്റായിട്ട് മാർക്കറ്റ് അവിടെ പോയിട്ടുണ്ട് ഫസ്റ്റ് ടൈമിൽ തന്നെ. ഓക്കെ, സെക്കൻഡ് ടൈം ഫീച്ചറിൽ അത്രയും പോയിട്ടില്ല, 25,995, ഓക്കെ, 95-96 വരെയൊക്കെ പോയിട്ടുള്ളൂ. ബട്ട് അപ്പോൾ സെക്കൻഡ് ടൈം നിഫ്റ്റിയിൽ 26,011 പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് കാണുന്നത്, അല്ല എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈം നിഫ്റ്റി നമ്മൾ 26,000 വരെ നിഫ്റ്റി ഇൻഡെക്സ് പോകുമെന്ന് കരുതി, ടാർഗറ്റ് വീണ്ടും പോകുമെന്ന് കരുതി അവിടെ വെയിറ്റ് ചെയ്തിരുന്നവർക്ക് അവരുടെ നോർമൽ SL അവിടെ ഹിറ്റായിട്ട് തിരിച്ച് മാർക്കറ്റ് വീണ്ടും കയറിയിട്ട് ഒരു വിക്കിൽ അല്ലെ പോയിട്ട് ഒറ്റ വിക്കിൽ തന്നെ അടിച്ച് താഴെ പോകുന്നു 26,000 വിക്കിൽ. പക്ഷെ അത് ടൈം 2:50 പോയപ്പോ അല്ലെ. പക്ഷെ ഫീച്ചറിലാണെങ്കിൽ എപ്പോഴാണ് എത്തി? 26,000 10:25 തന്നെ അവിടെ മാർക്കറ്റ് അവിടെ എത്തി. ദാറ്റ് ഈസ് ഡിഫറൻറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, രണ്ട് ചാർട്ടും അനലൈസ് കഴിഞ്ഞാൽ നിഫ്റ്റി ഫീച്ചറിലും നല്ല മൂവ്മെന്റ്, വോളാറ്റിലിറ്റി ഉണ്ട്, നല്ല മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈം തന്നെ 26,000 ഇവിടെ എത്തി. ഓക്കെ, നമ്മുടെ 26,000 എന്നുള്ള ടാർഗറ്റ് ഫീച്ചറിൽ എത്തിയത് കൊണ്ട് ഓക്കെ നമ്മുടെ നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ 25,980 എത്തിയുള്ളൂ. റൈറ്റ്, ആ സമയത്ത് നമുക്ക് അവിടെ ടാർഗറ്റ് ഇനി അവിടെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത തീരെ കുറവാണ് എന്ന് വേണേൽ കരുതാം. പ്രൈസ് ആക്ഷനിലും ചാർട്ടിന്റെ പാറ്റേണിലും എല്ലാം അങ്ങനെ കാണിക്കുന്നുണ്ട്. ട്രെൻഡ് ലൈനും വേറെ ട്രെൻഡ് ലൈനും വരുന്നുണ്ട്. ബട്ട് എന്നാലും ഫീച്ചറിന്റെ ചാർട്ട് കൂടെ നോക്കിയാൽ നമുക്കതവിടെ ടാർഗറ്റ് കറക്റ്റായി ബുക്ക് ചെയ്യാം. പ്രൈസ് ആക്ഷനും കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇന്ന് ട്രേഡ് എടുത്തിട്ടില്ല, ബിക്കോസ് ഈ ഒരു ഫസ്റ്റ് ടൈമിലുള്ള ക്യാൻഡിലുകൾ കാണുമ്പോൾ എനിക്കത് എടുക്കാൻ തോന്നിയില്ല. പക്ഷെ ഒരു സപ്പോർട്ടീവ് ആണ്, മുകളിലോട്ട് തന്നെയാണ് എടുക്കേണ്ടത് എന്ന് ഞാൻ മൊബൈലിലാണ് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട് ഇപ്പോഴും എടുക്കുന്നത്. ചെറിയ ലോട്ടാണ്, ചെറിയ പ്രീമിയൊക്കെയാണ് എടുക്കുന്നത്. ബട്ട് പക്ഷെ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ബൈ എടുക്കാറുണ്ട് ഞാൻ. ഇന്നലെയും എടുത്തിരുന്നു. ബട്ട് ഇന്ന് എടുക്കാൻ തോന്നി. പക്ഷെ എന്തോ രാവിലത്തെ ക്യാനിൽ ഇങ്ങനെ കണ്ടപ്പോൾ എടുക്കാൻ തോന്നിയില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എനിക്കൊരു സൈഡ് വേസ് ഇൻഡിക്കേഷൻ തന്നെയാണ് ഫസ്റ്റ് ക്യാൻഡുകളിൽ കിട്ടിയത്. അതുപോലെ തന്നെ കുറച്ചൊന്ന് അപ്സൈഡ് പോയി. എന്നാലും ഒരു ലോട്ട് എടുത്താൽ പോലും പ്രീമിയം ചാർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് 10, 25, 30 രൂപയുടെ മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. കിട്ടുമായിരുന്നു 10, 600, 900 വരെ, 1000 വരെ കിട്ടുമായിരുന്നു. ഇത്രയും പോയിന്റ് ഉള്ളൂ അതിൽ. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എടുക്കാൻ ഉദ്ദേശിച്ച ടൈമിൽ. ഇപ്പൊ ഞാൻ കറക്റ്റ് രാവിലെ തന്നെ മൊബൈലിലാണ്, വേറെ വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ 9:30, ആവറേജ് 9:30 ടൈമിലാണ് ഞാൻ എൻട്രി എടുക്കാറ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ പ്രോഫിറ്റ് പോയി ചിലപ്പം 2 മണിയാവും നോക്കുമ്പോൾ അടുത്ത് മൊബൈൽ SL വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നത് വല്ലപ്പോഴും ആയിരിക്കും, എപ്പോഴെങ്കിലും ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ മൂവ്മെന്റ് അവിടെ ഇട്ടിരിക്കും. ഓക്കെ, ഇട്ടിരിക്കുന്ന ഒന്നി ട്രയൽ SL അതിൽ സെറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടിരിക്കും നമ്മൾ കാര്യം എത്തുമ്പോൾ ലാസ്റ്റിൽ എപ്പോഴാണ് കാണുന്നത്, അപ്പോഴ ആവറേജ് എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എത്തിയെന്ന് കാണുമ്പോൾ എടുക്കും. അതുപോലെ പറഞ്ഞാൽ എന്താണ്, നമ്മുടെ US ഫെഡ് റിസൾട്ട് വന്നപ്പോൾ വെറും 16 രൂപ പ്രീമിയം ഉള്ള ആണ് ഞാൻ എടുത്തത്.
അത് 70 രൂപയുടെ പോയി. പക്ഷെ ഞാൻ ബുക്ക് ചെയ്ത് 65 രൂപയ്ക്ക് 60 രൂപ എന്താണ് ബുക്ക് ചെയ്തത്, വെറും 16 രൂപയ്ക്കാണ് എടുത്തത്. ഓക്കെ, അതും ഒരു ലോട്ട് എടുത്തോളൂ, 400 സംതിങ് രൂപയായുള്ളൂ. 1166 എന്തൊക്കെയാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഓക്കെ, സിമ്പിളാണ്, മൊബൈലിലാണ് ചെയ്യുന്നത്. നമ്മൾ വേറെ വർക്കിന്റെ ഇടയിൽ കൂടെ, നമ്മൾ വേറെ പരിപാടി ഇടയിൽ കൂടെയൊക്കെ, വേറെ ബിസിനസിന്റെ ഇടയിൽ കൂടെയൊക്കെ ചെയ്യുന്ന പ്രോഫിറ്റ് ആണ്. നമ്മളത് ഇതാണ്, ചാർട്ട് നോക്കിയിരിക്കുമ്പോൾ, ഫുൾ അനലൈസ് ചെയ്തിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലും ഇൻ ദ മണിയൊക്കെ പോയി എടുക്കാറുള്ളൂ. ഓക്കെ, അല്ലാത്തുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ജസ്റ്റ് വെറുതെ നമ്മളെ ടൈം ഇത് മറക്കാൻ പാടില്ല. മറ്റുള്ള ബിസിനസ് ചെയ്യുകയും വേണം, എന്നാൽ ഇതും മറക്കാനും ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. നമ്മൾ ഈ ടാക്സ് ഒക്കെ കൂട്ടിയും കൂടുതലും ഇൻവെസ്റ്റ്മെന്റിലേക്കും സ്വിംഗ് ട്രേഡിലേക്ക് മാറിയത് കൊണ്ട് എന്നാൽ നമ്മൾ ആ ഒരു ഈ എന്താണ് നമ്മുടെ ഓപ്ഷൻ ബൈയുടെ ആ ഒരു സുഖം, ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ലോട്ടില് മൊബൈലാണെങ്കിൽ എസ് എൽ വെച്ചിട്ട് നമ്മളെ വ്യൂ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, വ്യൂ കിട്ടിയില്ലെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ എടുക്കാറുമില്ല. ഓക്കെ, എസ് എൽ വന്നാൽ അഡ്ജസ്റ്റ് കിട്ടുകയും ചെയ്യും. എന്നാലും നമ്മൾ മന്ത്ലി മിനിമം ഒരു 3% പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ലൈവിൽ ചാർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ എസ് എല്ല് വച്ചിട്ടേ ഇരിക്കാവൂ. ഓക്കെ, എസ് എല്ല് വച്ചിട്ടേ മാർക്കറ്റിൽ ഇരിക്കാവൂ. മൊബൈലിലാണെങ്കിലും എസ് എല്ല് വച്ചിട്ടേ ഇരിക്കാവൂ, എങ്കിലേ നിങ്ങളത് പ്രോഫിറ്റ് ആവുള്ളൂ. ഓക്കെ, നിങ്ങൾ ഒരു ദിവസം ലോസ് ആണെങ്കിൽ പോലും നിങ്ങൾ മന്ത്ലി പ്രോഫിറ്റ് ആയിരിക്കും, ഉറപ്പാണ്, 100% ഉറപ്പാണ്, നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. ബട്ട് എക്സ്പീരിയൻസ് നേടുക. എസ് എൽ എന്ന കീ, ദിസ് ഇസ് മസ്റ്റ്. എസ് എൽ ഇസ് ദി മസ്റ്റ്. ബാക്കിയുള്ള ക്രൈറ്റീരിയ ഉണ്ട്, പൊസിഷൻ ഉണ്ട്, അല്ലെ, മണി മാനേജ്മെന്റ്, റിസ്ക് റിവാർഡ് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ദ എസ് എൽ. ഓക്കെ, എസ് എൽ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക, കറക്റ്റ് സ്ഥലത്ത് എൻട്രി എടുക്കുക, കറക്റ്റ് സ്ഥലത്ത് ഇറങ്ങുക. എന്നാലും നിങ്ങൾ എസ് എൽ വെച്ച് പോയാൽ മാത്രം തന്നെ നിങ്ങൾ നഷ്ടം വരാതെ, ഏത് സ്ട്രാറ്റജി ആണെങ്കിലും നഷ്ടം വരാതെ ഇരിക്കും. ഓക്കെ, ഫസ്റ്റ് എസ് എൽ. ഓക്കെ, ഫസ്റ്റ് ബ്രേക്ക് ഉണ്ടോ നോക്കിയിട്ട് വേണം വണ്ടി ഓടിക്കാൻ എടുക്കുക. ഓക്കെ, ബ്രേക്ക് ചോട്ടി ടെസ്റ്റ് ചെയ്യാതെ വണ്ടി ഓടിച്ചാൽ പണി പാളും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എസ് എല്ലിൽ കീപ്പ് ചെയ്ത് പോവുക. അപ്പൊ ഇത് നമ്മൾ ഇന്ന് ഫീച്ചർ ചാർട്ട് എന്തിന് നോക്കണം എന്നതിന് എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിഫ്റ്റി 50 ഇൻഡെക്സ് നോക്കുമ്പോൾ ഒരു ഫീച്ചർ ചാർട്ടും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഫീച്ചർ ചാർട്ട് ആക്ച്വൽ പ്രൈസും എന്ന് വേണമെങ്കിൽ ചിലർ പറയുന്നുണ്ട്. ഫീച്ചർ ചാർട്ടിന്റെ ലൈവ് പ്രൈസ് നടക്കുന്നത് മറ്റൊരു ഓപ്ഷൻ ആണ്. ചിലർ ഗാംബ്ലിംഗ് എന്നൊക്കെ പറയാം, അല്ലെ, അത് ഓപ്ഷൻ ആണ്, അല്ലെ, ഫീച്ചറിന്റെ ഹെഡ്ജ് സ്ട്രാറ്റജി ഓപ്ഷൻ, ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഓപ്ഷൻ ട്രേഡ് വന്നത്, അല്ലെ, അഡ്ജസ്റ്റ്മെന്റ് ടൂളായിട്ട്, ഹെഡ്ജിങ് ടൂളായിട്ട്. അപ്പോൾ അതിന്റെ കറക്റ്റ് പ്രൈസിന്റെ വേരിയേഷൻ ചിലപ്പോൾ കാണുന്നുണ്ട്, അല്ലെ, ചിലർ എസ് എല്ലിന്റെ സെല്ലേഴ്സിന്റെ എസ് എൽ ഏരിയ, അല്ലെ, പ്രഷർ എന്നൊക്കെ പറഞ്ഞ് പലരും പല രീതിയിലും പറയാറുണ്ട്. സോ നമ്മൾ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഫീച്ചർ ചാർട്ടും കൂടെ നമുക്ക് എന്താണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണണം, നേരിട്ട് കാണണം, മറ്റൊരാൾ പറയാതെ നമുക്ക് അനുഭവിക്കണം. മാത്രവുമല്ല നമുക്ക് നേരിട്ട് കാണണം, സാധനം എവിടെ എത്തി, എന്ത് എത്തി, നമ്മൾ കാണുന്നത് എന്താണോ അത് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ ആക്റ്റീവ് ആവുന്ന ഫീച്ചർ ചാർട്ട്. ഓക്കെ, നിഫ്റ്റിയുടെ ഫീച്ചർ ചാർട്ട് നമ്മുടെ കറക്റ്റ് ഒരു സ്റ്റോക്ക് പോകുന്നത് പോലെ, അല്ലെ, ഇതിൽ ഫീച്ചറിൽ ഗ്രീക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എൻട്രി എടുത്താലും തിരിച്ച് അതേ പ്രൈസിൽ വരുമ്പോൾ അതേ പൈസ തന്നെ അവിടെ ഉണ്ടാവും. എന്നാൽ ഓപ്ഷനിൽ പോയിട്ട് ഒരു ക്യാനിൽ അടിച്ചാൽ പോലും ചിലപ്പോൾ പ്രോഫിറ്റ് ലോസിലായിട്ട് മാറും, ഗ്രീക്സ് ഉള്ളതുകൊണ്ട്. ഓക്കെ, സോ നമ്മൾ കറക്റ്റ് ഒരു നിഫ്റ്റി ഒരു സ്റ്റോക്ക്, നിഫ്റ്റി 50 എന്നൊരു സ്റ്റോക്ക് നോക്കുന്നത് പോലെ തന്നെ ഇതിനകത്ത് നോക്കാം. കറക്റ്റ് പ്രൈസ് എന്ന് വെച്ച് തന്നെ പോവാം. നമ്മുടെ ഒരു ഏരിയ 26,000 എന്ന് പോകും എന്ന് വിചാരിച്ചിരുന്നിട്ട് നിഫ്റ്റിയിൽ 980 പോയുള്ളൂ, അല്ലെ, അതുവരെ പോകുമെന്ന് പോയത്തില്ല. പക്ഷെ ഇവിടെ ആക്ച്വലി പ്രൈസ് ഫീച്ചറിൽ അത് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട്
ആണ് നമ്മുടെ രണ്ടും കൂടെ ഓപ്ഷൻ ചെയ്യുമ്പോൾ ഫീച്ചർ ചാർട്ടും കൂടെ നോക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല ഇതിന് മൊമെന്റോ ഉണ്ടോ വോളാറ്റിലിറ്റി ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് അറിയുന്നത് ഫീച്ചർ ചാർട്ടിലാണ്. കൂടുതലും നമുക്ക് ക്യാൻഡിൽസ് വാച്ച് ചെയ്യുമ്പോൾ കൂടുതലും അറിയുന്നതും കാണാൻ പറ്റുന്നതും ആക്ച്വൽ പ്രൈസും ഒക്കെ കാണാൻ പറ്റുന്നത് ഫീച്ചർ ചാർട്ടാണ്. ബിക്കോസ് എന്താണ് ഇത് ഈ ക്യാൻഡിൽ പോയാൽ രാവിലെയുള്ള ക്യാൻഡിലുകൾ പോയി കണ്ടിട്ട് കാണാം. അതുപോലെ തന്നെ ഓരോ ക്യാൻഡിലും ഉള്ള വിക്കുകള് മുകളിലും താഴെയുള്ള വിക്കുകളുടെ സൈസും അതിന്റെ വോളാറ്റിലിറ്റിയും ഹൈ ആൻഡ് ലോ അല്ലെ ഓരോ ക്യാൻഡിലും ഹൈ പ്രൈസ് ആൻഡ് ലോ പ്രൈസ് എല്ലാം തന്നെ ഫീച്ചറിൽ ഉള്ളതുപോലെ അല്ല നിഫ്റ്റി ഇൻഡെക്സിൽ ഓപ്ഷൻ ഇൻഡെക്സിൽ കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ വന്ന 5 മിനിറ്റിന്റെ ഒരു ഫുൾ താഴെ തന്നെ ബുള്ളിഷ് ക്യാൻഡിലാണ് ഫീച്ചറിൽ കാണിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ നിഫ്റ്റി 50 ഇൻഡെക്സ് ചാർട്ടിലെ ഫസ്റ്റ് വന്നത് ഒരു ലോങ് ലെഗ് ഡോജിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് മാർക്കറ്റ് ആദ്യം 25,930 നിന്ന് 25,937 ഹൈ പോയിട്ട് വീണ്ടും അത് ലോ വന്ന് എവിടെ വന്നു 25,886.85 വന്നിട്ട് വീണ്ടും ക്ലോസ് ചെയ്തു. ഇവിടെ വീണ്ടും ഹൈ പോയി ക്ലോസ് ചെയ്തു അല്ലെ. അങ്ങനെ ഒരു മാർക്കറ്റ് ഒരു ഡോജിയായി 25,929.65 ക്ലോസ് ചെയ്തു. ആ നെക്സ്റ്റ് ക്യാൻഡിൽ 5 മിനിറ്റ് ക്യാൻഡിൽ വന്നാണ് കറക്റ്റ് ഒരു ഏതാണ്ട് ചെറിയൊരു ബുള്ളിഷ് ടൈപ്പ് ഒരു ഡോജിയാണ്. ഈ രണ്ട് ഡോജികളും തന്നെ ഒരു ബുള്ളിഷ് ഡോജിയാണ്. എന്തുകൊണ്ടാണ് ബുള്ളിഷ് ഡോജി? ഡോജിയാണ്, പക്ഷെ താഴെയാണ് വിക്ക് കൂടുതൽ, വിക്കിന്റെ സൈസ് കൂടുതൽ താഴെയാണ്. സോ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആണ് വരാൻ പോകുന്നത്. പിന്നെ സൈഡ് വൈസ് അപ് ട്രെൻഡ്. ഓക്കെ, കുറച്ച് അപ് സൈഡ് വൈസ് മാർക്കറ്റ് എന്നാണ് ഈ ക്യാൻഡിൽ കാണുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. കാരണം വെച്ചാൽ നിങ്ങളുടെ ഹിസ്റ്റോറി ട്രേഡിങ്ങിന്റെ ഹിസ്റ്റോറി ചാർട്ടിൽ പോയി നോക്കിയിട്ട് ഇതെല്ലാം പഠിക്കുക. ഓരോ ക്യാൻഡിൽ സൈസ് വന്നാൽ എന്ത് സംഭവിക്കും, രാവിലെ ഏത് ടൈപ്പ് ക്യാൻഡിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന്, എത്ര ദൂരം പോകുന്നു, ആവറേജ് ഈ സാധനം കാണുമ്പോൾ ഈ ഫസ്റ്റ് ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്യാൻഡിൽ എന്താണ് സൂചിപ്പിക്കുന്നത്, നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്, എത്ര ദൂരം ഇത് സൈഡ് വൈസ് ആണോ, മുകളിലോട്ട് പോയി എത്ര ദൂരം ഏരിയ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതെല്ലാം തന്നെ ആദ്യത്തെ ക്യാൻഡിലുകൾ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അത് കൂടുതൽ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഒരു എക്സ്പീരിയൻസ് ഉള്ള ട്രേഡേഴ്സ് ഒരു 10 മണി അല്ലെങ്കിൽ 10:30 ശേഷം മാത്രമേ അവർ ട്രേഡ് എടുക്കാറുള്ളൂ. ഓക്കെ, ആ സമയത്തൊക്കെ ഈ ഇപ്പോഴുള്ള കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രേഡ് പിന്നീട് കിട്ടാൻ സാധ്യത കുറവാണ്. ആ സമയത്ത് എല്ലാവരും പിന്നെ 10 മണി എല്ലാം നോക്കിയിരുന്ന് മാർക്കറ്റിന്റെ ഡയറക്ഷൻ കിട്ടിയതിനു ശേഷം പിന്നെ അതെല്ലാം ഒരു സ്ട്രാറ്റജിയിലേക്ക് ആയിട്ടുമായിരിക്കും മാറുക. ഓക്കെ, സൈഡ് വൈസ് ആയതുകൊണ്ട് അവരെല്ലാം ഒരു റേഞ്ച് അതിനകത്തായതുകൊണ്ട് മാർക്കറ്റ് അവർ പിന്നെ സ്ട്രാറ്റജിയിലായിരിക്കും മാറുക. അതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് നിഫ്റ്റി ഇൻഡെക്സ് അല്ലെ ഓപ്ഷൻ ചെയ്യുമ്പോൾ എന്തിന് ഫീച്ചർ ചാർട്ടും കൂടെ നോക്കണം എന്നുള്ളതിന്റെ ഒരു റീസൺ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ആക്ച്വൽ പ്രൈസും കറക്റ്റായിട്ട് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാവും അല്ലെ. എന്താ നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ട് ക്യാൻഡിൽ കണ്ട ആദ്യത്തെ ക്യാൻഡിലുകളൊക്കെ കണ്ട, പക്ഷെ ഫീച്ചറിന്റെ ചാർട്ടിലെ ക്യാൻഡിലുകളൊക്കെ വേറെ ലെവലാണ്. അപ്പൊ രണ്ടും കൂടെ അനലൈസ് ചെയ്യുക. ഓക്കെ,